ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേണീനെയും അതുപോലെ തന്നെ നന്ദിനി അമ്മേനെയും ശ്യാം സാറിനെയും കാണണം. അപ്പോൾ വേണി എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്യാം സാറ് പറഞ്ഞത് കേട്ട് പാവം വേണി വിഷമിച്ചിരിക്കുകയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന നന്ദിനി അമ്മയുടെയും ശ്യാം സാറിൻ്റെയും കണ്ണൊക്കെ തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വേണി പറയണ ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് ചേട്ടനെ കാര്യം ബോക്സിങ് ചാമ്പ്യനൊക്കെയാണ്, പക്ഷേ എങ്കിലുണ്ടല്ലോ ആള് പുറത്തിറങ്ങിയാൽ ഭയങ്കര പുലിയാന്നാ പറയണത്. പക്ഷെ അകത്ത് കയറിയ ആളൊരു പഞ്ച പാവാട്ടോ. പക്ഷേ ആണുങ്ങൾ ദേഷ്യപ്പെടണം, എങ്കിലേ വീടിനൊരു ഐശ്വര്യം ഉണ്ടാവുള്ളൂ. ഇപ്പം ഈ വീടിലെ നമ്മുടെ വീട് ഒരു അവാർഡ് പടം പോലായിരുന്നു. ഇപ്പം ഉണ്ടല്ലോ, ഇപ്പം അതൊക്കെ മാറി. എനിക്കിപ്പോൾ സന്തോഷമായിട്ടോ പ്രൊഫസറെ. അപ്പോൾ ഇവർ രണ്ടുപേരും നോക്കുക. ദേ പ്രൊഫസറെ എന്നോട് ക്ഷമിക്കൂലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രൊഫസർ നിൽക്കുക, എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ, എനിക്ക് തന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഹോ, ഇപ്പോഴാട്ടോ എനിക്കത് സമാധാനമായത്. എനിക്ക് സന്തോഷമായി. പ്രൊഫസർക്ക് ഇനിയും ദേഷ്യം വരുമ്പോൾ ധൈര്യമായിട്ട് ദേഷ്യപ്പെട്ടോട്ടോ. എനിക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെ ദേഷ്യവും സങ്കടവും സന്തോഷവും ഒക്കെ ഒന്നും പിടിച്ചു വെക്കരുത് പ്രൊഫസറെ. അങ്ങനെ പിടിച്ചു നിർത്തിയാലേ നെഞ്ചിന് ഭയങ്കര കേടാത്. അതുകൊണ്ടാട്ടോ ഞാനീ പറയണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും ചിരിക്കുക. ഹൈ, ചായ കുടിച്ച് കഴിഞ്ഞില്ലല്ലോ, എന്നാൽ ഒരു കാര്യം ചെയ്യുക നന്ദിനിയമ്മേ, അപ്പോൾ കപ്പ് നന്ദിനിയമ്മ കൊണ്ടുവന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് നമ്മുടെ വേണി. ഷോ, പാവം കുട്ടി അവളെ പഠിപ്പിക്കണമായിരുന്നു. മനസ്സുകൊണ്ട് ഒരു പാവം പെങ്കൊച്ച, ഹൃദയം കൊണ്ട് നല്ലവളും. ശ്യാമേട്ടനെ ഇന്നലെ അവളോട് പെരുമാറിയ രീതി ഒട്ടും ശരിയായില്ല. അപ്പം നിന്റെ ഗൗരി നല്ലവളല്ലേ? ചാരങ്ങാട്ടുകാർ നന്നായിട്ടാണോ പെരുമാറുന്നത്? ഈ വീടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ ജീവിതം വരെ നശിപ്പിച്ചില്ലേ നന്ദിനി? പറയാൻ. അപ്പം നിൽക്കുകയാണ്. സത്യത്തിൽ ഞാൻ ശ്യാമേട്ടൻ ഗൗരിയെ കൂട്ടിക്കൊണ്ട് പോയപ്പം ആ വീട്ടിൽ എന്താ സംഭവിച്ചത് അന്നേരം മുതൽ ചോദിക്കണമെന്ന് ഞാൻ ഓർത്തതാണ്. വളരെ ചെറിയ കാര്യം മതി ശ്യാമേട്ടൻ ടെൻഷനാവാൻ. അതാ ശ്യാമേട്ടൻ്റെ സ്വഭാവം. അതെ, ഗൗരിക്ക് അവിടെ ഒരു കുഴപ്പമില്ല. അനാവശ്യമായിട്ട് ഓരോന്ന് ആലോചിച്ച് കൂട്ടിയാൽ ശ്യാമേട്ടൻ്റെ സ്വസ്ഥതയും സമാധാനം ഇല്ലാതാകുന്നത്. ഗൗരി ആ വീട്ടിൽ തനിച്ചല്ല, ശങ്കറും അവളുടെ ഒപ്പം ഉണ്ടല്ലോ. അതോർത്ത് സമാധാനിക്ക്. നമ്മുടെ മോക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ അവൻ നോക്കിക്കോളും. അതോർത്തെങ്കിലും ശ്യാമേട്ടനൊന്ന് സമാധാനിക്ക്. ആ ഒരു ചിന്ത മാത്രമാണ് ജീവിക്കാനുള്ള എൻ്റെ ആകെ പ്രതീക്ഷ എന്ന് പറയണത് നന്ദിനി. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇവർ. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ ചാരങ്ങാട്ട് വീട്ടിൽ നമ്മുടെ അവിടുത്തെ ജോലിക്കാരിങ്ങനെ എന്താ പറയുക അടിച്ചു വാരിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് രാധ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ രാധ വന്നിട്ട്, ആഹാ, നീ ഇവിടെ നിൽക്കായിരുന്നോ? നിന്നെ ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? നീ എന്തെടുക്കുക ഇവിടെ? ഇതൊക്കെ ചെയ്തത് മതിനെ. നീ ആദ്യം പോയി ശങ്കറിന് ചായ എടുക്ക, അല്ലെങ്കിൽ അവൻ ദേഷ്യപ്പെടും കേട്ടോ. ആഹാ, അപ്പോൾ കൊച്ചമ്മ അറിഞ്ഞില്ലേ? എന്തറിഞ്ഞില്ലേന്ന്? കൊച്ചമ്മേ, ശങ്കർ കുഞ്ഞ് ഇവിടെ ഇല്ല. ഇത്ര നേരത്തെ തന്നെ അവൻ എവിടേക്ക് ഇറങ്ങിപ്പോയത്? ഷോ, എന്ത് ചെയ്യാനൊക്കെ. എൻ്റെ മോൻ മനസ്സമാധാനം ഇല്ലാതെ എങ്ങോട്ടൊക്കെയോ ഇറങ്ങിപ്പോവാ. കൊച്ചമ്മേ, ശങ്കർ കുഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയി എന്നല്ല ഞാൻ പറഞ്ഞത്. ശങ്കർ കുഞ്ഞ് ഇന്നലെ രാവിലെ പോയതാ, രാത്രിയിൽ തിരിച്ചു വന്നിട്ടില്ല എന്നാ. നീ എന്തൊക്കെയാണ് ഈ പറയണത്? ശങ്കർ ഇന്നലെ രാത്രിയും തിരിച്ചെത്തിയില്ലെന്നോ? ഇല്ലെന്നേ. മേഡം ശങ്കർ കുഞ്ഞിനെ കാത്തിരിക്കണമെന്ന് ഞാൻ കണ്ടതല്ലേ. ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് റൂമിലേക്ക് കയറി പോവുകയും ചെയ്തു. എൻ്റെ ഈശ്വരാ, എൻ്റെ മോൻ പിന്നെ എവിടെ പോയി? ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ. ഈ നാശം പിടിച്ചവൾ കാരണം ഈ കുടുംബത്തെ ആർക്കും ഒരു സമാധാനവും ഇല്ലാത്ത അവസ്ഥയായല്ലോ എൻ്റെ ഈശ്വരാ. അപ്പോൾ ഇവരിങ്ങനെ നെഞ്ചത്ത് കൈവച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ദേവിമാനെയാണ്. അപ്പോൾ ദേവിയമ്മയും മഹാദേവനും ശേഖരനും രാധയും ഒക്കെ കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ദേവിയമ്മയുടെ മഹാദേവൻ പറയാണ്, എൻ്റെ ദേവിമ, ഇന്നലെ പോയത് ഈ കുട്ടിശങ്കരൻ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. അവൻ എവിടെ പോയി എന്ത് പറ്റിയെന്ന് ഒന്നും അറിയില്ല. എന്ത് ചെയ്യാനെന്ന് പറ. എലക്ഷൻ ആണെങ്കിൽ ഇപ്പം അത് അടുത്ത് വന്നുകൊണ്ടിരിക്കുക. സീറ്റാണെങ്കിൽ ഇപ്പം ശരിയാവുന്ന മട്ടുവാ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ കുടുംബത്ത് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ശാന്തനാവൂ മഹാദേവ, നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഇതാണ് ജനങ്ങളോടും സംസാരിക്കാനുള്ള ശരിക്കുമുള്ള അവസരം. അത് നീ മനസ്സിലാക്ക. മീഡിയയെ വിളിക്ക്. നീ അവരോട് പറയ, നിന്റെ എതിർ പാർട്ടിക്കാർ നിന്റെ മകനെ തട്ടിക്കൊണ്ടു പോയി തടവിൽ വച്ചിരിക്കുകയാണെന്ന് പറ മഹാദേവ. അപ്പോൾ ദേവിയമ്മ ഒരാൾ ഉഗ്രൻ ഉപദേശമാണ് നമ്മുടെ മഹാദേവന് കൊടുക്കുന്നത്. അപ്പോൾ രാധ ചോദിക്കുകയാണ്, ദേവിയമ്മ എന്താ ഈ പറയണത് എന്ന് ചോദിച്ചു രാധ.
എൻ്റെ ശങ്കറിന് എന്തെങ്കിലും സംഭവിച്ചാ എന്ന് പറഞ്ഞാൽ രാധ ഇങ്ങനെ ചങ്കത്ത് കൈവെക്കുക. ചി മിണ്ടല്ലേടി, ദേവിയമ്മ സംസാരിക്കാൻ കണ്ടില്ലേടി? ദേ ശേഖര, നിന്റെ അമ്മയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊട്. എന്താ അമ്മ ഇത് എന്ന് ചോദിച്ചു ശേഖരൻ. ദേവിമ, ഇവൾക്ക് വിവരമില്ലാത്തത് കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയണതാ. അതൊന്നും കാര്യാക്കണ്ട. എന്തുട്ടാ പറയേണ്ടതെന്ന് ഒരു വെളിവുമില്ല അവൾക്ക്. ദേവിമ പറഞ്ഞാലേ എന്തുട്ടെങ്കിലും കാര്യം ഉണ്ടാവും. അത് നീ മനസ്സിലാക്ക്. അത് ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും ഇവക്കില്ല കേട്ടോ. ശങ്കർ ഇവിടേക്ക് തിരിച്ചു വരും. തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇനി വന്നില്ല എങ്കിൽ അത് ഇലക്ഷന് വേണ്ടിയിട്ട് തൽക്കാലം ഉപയോഗിക്കപ്പെടും. അത്രമാത്രം. മഹാദേവൻ അറിയാലോ, സഹാനുഭൂതിയുടെ കാറ്റ് വീശിയാൽ ഏതൊരു മരവും ഒന്നാടും, ഒന്ന് ചാഞ്ഞു കുലുങ്ങിയാടും. മനസ്സിലാവുന്നുണ്ടോ? ഈ വീട്ടിൽ ആരുടെയെങ്കിലും സ്വാഭാവിക മരണം ഉണ്ടായെങ്കിൽ പോലും അതിൻ്റെ ദോഷവും കുറ്റവും ഒക്കെ എതിർ പാർട്ടിക്കാരുടെ തലയിൽ വച്ചു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ മഹാദേവന്? ലോകത്തിൻ്റെ സഹാനുഭൂതി കൂടും. അത് നമുക്ക് വോട്ടായിട്ട് പ്രതിഫലിക്കുകയും ചെയ്യും. ഇതാണ് മഹാദേവ രാഷ്ട്രീയം. ഇതാവണം രാഷ്ട്രീയം. നമ്മുടെ ഗൗരി അങ്ങോട്ടേക്ക് വന്നു. ദേവിമ എന്നൊരു കടുപ്പത്തിലൊരു വിളി. അച്ഛനോട് എന്തായി പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് നേരെ ഗൗരി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്, അവരുടെ അടുത്തേക്ക്. ദേവിമ, അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇപ്പം ശങ്കറിനെ കണ്ടെത്തുന്നതല്ലേ പ്രധാനം? അതിനേക്കാൾ വലുതാണോ ഈ ഇലക്ഷൻ? നിന്നോട് ഇടയ്ക്ക് കയറി സംസാരിക്കാൻ ആര് പറഞ്ഞു എന്ന് ചോദിച്ചു. ഡി, ദേവിയമ്മ സംസാരിക്കുമ്പോൾ മിണ്ടാണ്ട് കേട്ടോണ്ടിരിക്കുക. അത് പറ്റിയില്ലെങ്കിൽ അകത്തേക്ക് കയറിപ്പോവാ. മനസ്സിലായോടി എന്ന് ചോദിച്ചു. അച്ഛാ, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. നമുക്ക് എത്രയും പെട്ടെന്ന് ശങ്കർ എവിടെയാണെന്നൊന്ന് കണ്ടെത്തണം. അതിനായിപ്പോൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിവിടെ രാഷ്ട്രീയവും പാർട്ടിക്കാര്യവും ഒന്നും സംസാരിച്ചുകൊണ്ട് നിൽക്കല്ല ചെയ്യേണ്ടത്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെയൊക്കെ ഈ രീതി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? നിങ്ങളാരും ശങ്കറിനെ ശരിക്കും സ്നേഹിച്ചതേയില്ല. സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതാ സത്യം. ശങ്കറിനെ കാണാതായതിൽ നിങ്ങൾക്കാർക്കും ഒരു വിഷമവും ടെൻഷനും ഒന്നുമില്ല. ഓ, അപ്പോൾ ഞങ്ങളെക്കാളൊക്കെ നീയല്ലേ ശങ്കറിനെ സ്നേഹിക്കുന്നത്? ആണോ തമ്പുരാട്ടി എന്ന് ചോദിച്ചു. ഇത്രയേറെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയോട് ഒരു വാക്കുപോലും പറയാതെ അവൻ എങ്ങോട്ടേക്ക് പോയി? അതോ എൻ്റെ മോനെ കാണാതായതിൻ്റെ പിന്നിൽ നീയാണോ? അമ്മേ, ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും തമ്മിൽ വഴക്കടിക്കുകയല്ല ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് ശങ്കറിനെ കണ്ടെത്തി നമ്മൾ തിരിച്ചുകൊണ്ട് കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. ശങ്കറിനെ തിരിച്ചു കൊണ്ടുവരാൻ സമയമെടുക്കും എന്ന് പറഞ്ഞു ദേവിയമ്മ. അപ്പോൾ എന്തോ കളി മണക്കുന്നുണ്ട് കേട്ടോ ശരിക്കും. നീ എന്താണെങ്കിലും അകത്തേക്ക് പോയിക്കോ. ദേവിയമ്മ പറഞ്ഞത് കേട്ടില്ലേടി? അകത്തേക്ക് പോവാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു രാധ. നിനക്കെന്താ ചെവി കേട്ടൂടെ? അപ്പോൾ രാധ നമ്മുടെ ഗൗരിയെ പിടിച്ചൊരു തള്ളി. അപ്പോൾ തന്നെ ഗൗരി തിരിഞ്ഞു നിന്നിട്ട്, അതെ അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചു തള്ളുന്നത്? ഞാൻ ശങ്കറിനെ കണ്ടുപിടിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അതൊരു തെറ്റാണോ എന്ന് ചോദിച്ചു. അപ്പോൾ രാധാമണി അങ്ങോട്ടേക്ക് ചെന്നിട്ട്, നിന്നെ ഞാൻ തെറ്റും ശരിയും ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. എടി, ഈ ചാരങ്ങാട്ട് വീട്ടിൽ നിന്റെ ഒച്ച പൊങ്ങിയതാ ഇപ്പം തെറ്റായിരിക്കുന്നത്. വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ഇവളെ വലിച്ചഴിച്ചുകൊണ്ട് പോവാണ്. പുറകെ നമ്മുടെ ശേഖരനും ചെയ്യുന്നു. അപ്പോൾ മഹാദേവൻ ദേവിമ്മയോട് പറയാണ്, കണ്ടില്ലേ ദേവിമ്മ, ഇതൊക്കെയാണ് കുടുംബത്ത് നടക്കണത്. മഹാദേവ, ഇലക്ഷൻ ജയിക്കാനായിട്ട് നമുക്കൊരു കാരണം വേണമായിരുന്നു. അത് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ ദേവിമ്മ ചെയ്യേണ്ടത്? നിന്റെ മനസ്സ് പറയുന്നത് എന്താണോ അത് തന്നെ നീ ചെയ്യുക. ദേവിമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നീ നിന്റെ മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം മഹാദേവൻ ഒരൊറ്റ ചിരി കേട്ടോ. അപ്പോൾ ഗൗരിയെ തീർത്ത് കളയാനാണല്ലോ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ദേവിയമ്മയെ നോക്കിയിട്ട് അർമാദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഗൗരിയെ കൊണ്ടുവന്നു നേരെ വാതിലകത്തേക്ക്, റൂമിനകത്തേക്ക് തള്ളിയിട്ടിട്ട് വാതിൽ ലോക്ക് ചെയ്ത് താക്കോലെടുത്തു. ദേവി, ഇതൊന്ന് തുറക്കമ്മേ. നീ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. വാതിൽ തുറക്കുന്നില്ല. നീ എന്ത് ചെയ്യും? അമ്മയൊന്ന് തുറക്ക. നിനക്കെന്താ ദേഷ്യം വരുമോ? ദേഷ്യം വന്നാൽ നീ കഥക് പൊളിക്കുമോ? അപ്പോൾ രാധാമണി ഇങ്ങനെ പ്രകോപിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്താടി, നീ അങ്ങനെയൊക്കെ ചെയ്യുമോ? നോക്കട്ടെ. നീ ദേഷ്യം വന്നാൽ എന്തൊക്കെ ചെയ്യുന്നു ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, എന്നോടിങ്ങനെ ചെയ്യാതെ. ഞാൻ അമ്മയുടെ മരുമോളല്ലേ. അമ്മയ്ക്ക് വേണിയെപ്പോലെ തന്നെയല്ലേ ഞാൻ. എന്നിട്ടാണോ അമ്മ ഇങ്ങനെ ചെയ്യണത്? ഈ ഡോർ ഒന്ന് തുറക്ക പ്ലീസ് എന്ന് പറഞ്ഞു. നീ അവിടെ എത്രയൊക്കെ ബഹളം കൂട്ടിയാലും ഞാനത് തുറക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ശങ്കർ വരുന്നത് വരെ നീ അവിടെ തന്നെ കിടക്ക്. അത് വന്നിട്ട് ശേഷം എന്താ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ കമല അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ശേഖരനും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ കമല പറയുകയാണ്, അമ്മേ,
ഗൗരി എങ്ങനെ പൂട്ടിയിടല്ലേ അമ്മ, ഇങ്ങനെ വാതിൽ തുറന്നു കൊടുക്കമ്മേ, ഗൗരി അവിടുന്ന് എങ്ങോട്ടേക്ക് ഓടിപ്പോവില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ശേഖരൻ നമ്മുടെ കമലയുടെ കർണക്കുറ്റി നോക്കി ഒരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ന്യായം പറയാൻ നിന്നെ ആരാടി ഇങ്ങോട്ട് ക്ഷണിച്ചത്? അവക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മയോട് വക്കാലത്ത് പറയാൻ നീ വളർന്നു അല്ലേ കമലേ എന്ന് ചോദിച്ചു. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ കമലേ, എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ നിനക്ക്. ഓ, നിന്റെ ഗൗരിയെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് നിനക്ക് സഹിക്കണില്ലല്ലേ? നിന്റെ സങ്കടം ഞാൻ മാറ്റിത്തരാട്ടോ, ഇവിടെ വാടി എന്ന് പറഞ്ഞ കമലയും പിടിച്ചു വലിച്ചുകൊണ്ട് ഇവൻ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് റൂമിൽ കൊണ്ട് തള്ളി. ഇപ്പം നിന്റെ സങ്കടം മാറിയല്ലോ അല്ലേ, നീയും ഇവിടെ കിടന്നോടി എന്ന് പറഞ്ഞിട്ട് ശേഖരൻ പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ ഡോറും പൂട്ടി കേട്ടോ. അമ്മയ്ക്ക് വന്നേ, അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ശേഖരൻ നമ്മുടെ രാധാമണിയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോവാം. എന്താടാ പറയാമേ? അമ്മേ, ദേ നമ്മുടെ കുടുംബത്തെ ഏൽക്കുന്ന ആ കളങ്കമില്ലേ, ആ കളങ്കം നമുക്കൊന്ന് മാറ്റി വെക്കണ്ടേ? ഇനിയും നമ്മൾ ആ ഗൗരിയെ ചുമക്കേണ്ട വല്ല കാര്യമുണ്ടോ അമ്മേ? ദൈവമായിട്ട് നമുക്ക് നല്ലൊരു അവസരം ഉണ്ടാക്കി തരുമ്പോൾ നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്നത് മണ്ടത്തരല്ലേ? നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. ആ പ്രൊഫസറുടെ മകളെ ഒഴിവാക്കിയാൽ ഈ കുടുംബവും എൻ്റെ ശങ്കറും രക്ഷപ്പെടും, അതെനിക്ക് മനസ്സിലായി. എന്ന് വെച്ച് അങ്ങനെ നിസ്സാരമായിട്ട് അവളെ ഒഴിവാക്കാനൊന്നും പറ്റില്ലല്ലോടാ. എന്താന്ന് വെച്ചാലേ, ശങ്കർ അവളുടെ കഴുത്തിലൊരു താലി കെട്ടിപ്പോയില്ലേ, കൃത്യമായി സമയം വരുമ്പോഴേക്കും അവളെ കുടുംബത്തിൽ നിന്നും ശങ്കറിൻ്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു കളയാം. അമ്മയൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ പറയുന്നത്, ഗൗരിയുടെ ശല്യം ഒഴിവാക്കാൻ ഇതിനേക്കാൾ പറ്റിയൊരവസരം ഇനി വേറെ ഇല്ല, അത് മനസ്സിലാക്കുക. ഇപ്പോഴാണെങ്കിൽ ശങ്കർ ഇവിടെ ഇല്ല, ഇതുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഗൗരിയെയും കമലയും റൂമിൽ പൂട്ടിരിക്കുക. ഗൗരിയെ നമ്മൾ എന്ത് ചെയ്താലും ഒരു സാക്ഷി പോലും ഈ ഭൂമുഖത്തുണ്ടാവില്ല, മനസ്സിലാവുന്നുണ്ടോ? ഗൗരിയെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ ചെയ്യണം. അമ്മ എന്താ ആലോചിക്കണത് എന്ന് ചോദിച്ചു. അപ്പം ശേഖരൻ പിരികേറ്റുകയാണ്. അമ്മ ഇങ്ങനെ വല്ലാണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാലോ ഒന്നും നടക്കില്ല കേട്ടോ, വേഗം തന്നെ ചെയ്യണം. നമ്മുടെ മുന്നിൽ ചിന്തിക്കാൻ അധിക സമയമൊന്നുമില്ല. ഏത് നിമിഷവും ആ ശങ്കർ അവൻ തിരിച്ചു വരും. ചെയ്യാനുള്ളതൊക്കെ അതിനു മുൻപ് തന്നെ ചെയ്തു തീർക്കണം, മനസ്സിലാവുന്നുണ്ടോ? ഇനി കബഡി നിർത്താനും സമയം നോക്കാനും ഒന്നും എനിക്ക് സമയമില്ല കേട്ടോ. ഞാൻ പറയണം, മനസ്സിലാവുന്നുണ്ടോ? നമുക്കിതങ്ങ് തീരുമാനിക്കാന്നേ. അമ്മേ, ഇന്ന് തന്നെ അവളെ നമ്മളങ്ങോട്ട് തീർക്കുന്നു. എന്താ, ഇതിലൊരു മാറ്റമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം രാധാമണി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു, എന്താ അങ്ങനെയല്ലേ അമ്മേ എന്ന് ചോദിച്ചു. എന്നിട്ട് രാധ ഒരു ചിരി ഇരിച്ചു കേട്ടോ, എല്ലാം അനുകൂലമാണ് എന്നുള്ള മട്ടിൽ. അപ്പോൾ ഗൗരി വീണ്ടും കഥയിൽ തട്ടി നിൽക്കുകയാണ്. എൻ്റെ ദേഹമേ, ഡോറ് തുറക്കില്ല. ഞാനെന്തിനാ ഇവിടെ കിടന്ന് വളരെ വിളിച്ചു പോകുന്നത്, എന്തിനാ ശ്രമിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. എന്നെ ഇവിടെ പൂട്ടിരിക്കുകയാണെന്ന് ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? തിരുവനന്തപുരത്തുള്ള അച്ഛൻ എങ്ങനെയാണ് എന്നെ സഹായിക്കാൻ പറ്റുക? അത് വേണ്ട എന്ന് ഗൗരി തീരുമാനിച്ചു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാലോ? അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ, ഞാൻ കാരണം ഇവിടെ ഇപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി സ്റ്റേഷനിൽ വിളിച്ച് ഞാൻ കംപ്ലൈൻ്റ് എങ്ങാനും പറഞ്ഞാൽ അച്ഛൻ്റെ ഇലക്ഷനെ അത് ബാധിക്കും. അത് മാത്രമല്ല, അത് വേണ്ട. ഇനി ഞാനായിട്ടിനി ഇവിടെ ആർക്കും നാണക്കേടുണ്ടായെന്ന് പറയണ്ട. പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഈ സമയത്ത് എന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ ശങ്കർ മാത്രമാണ്. ശങ്കറിന് മാത്രമേ ഇനി എന്തെങ്കിലും എന്നെക്കുറിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ തന്നെ ഗൗരി എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഫോൺ എടുത്തു, നമ്മുടെ ജോജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ നേരെ ജോജു ഫോൺ എടുത്തു. ഏട്ടത്തിയമ്മ എന്ന് വിളിച്ചു. ജോജു, നീ അജിത്തിനെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കണ്ടില്ല അവനെ. ഞാനിപ്പം അവനെ കാണാൻ വേണ്ടിയിട്ട് തേക്കങ്ങാനും മൈതാനത്തേക്ക് പോക്കാ. ഓൺ ദ വേ ഏട്ടത്തിയമ്മേ, ഞാൻ അവനോട് അവരെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ജോജു, നീ അജിത്തിനെയും കൂട്ടി പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം. നമുക്ക് എങ്ങനെയെങ്കിലും ശങ്കറിനെ കണ്ടെത്തണം. ഏട്ടത്തിയമ്മ വിഷമിക്കണ്ട, ഞാൻ അജിത്തിനെയും കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്താന്നേ. ജസ്റ്റ് ഹാഫ് ആൻ അവർ, അരമണിക്കൂറിനുള്ളിൽ ഞങ്ങളവിടെ എത്തും, പോരെ? അപ്പോൾ എന്നിട്ട് ഫോൺ വെച്ചു കേട്ടോ. അപ്പോൾ ഗൗരി ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ. പിന്നെ കാണാൻ നമ്മുടെ ആദർശിനെയും വേണീനെയാണ്. അപ്പോൾ വേണി ഇതേ നോക്കിയിരിക്കുന്നു. ആദർശ് ജ്യൂസൊക്കെ വാങ്ങി അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. ഹായ്, മധുരം കറക്റ്റാണോ നോക്ക്, നിനക്ക് കുറച്ച് കൂടുതൽ മധുരം വേണ്ടേ? ആദർശേട്ടൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയില്ലേ? അത് കൊള്ളാട്ടോ, പൊളിയാട്ടോ സാധനം. ഇങ്ങനെ വേണം കെട്ടിയോന്മാരായാലേ. ചില മണ്ണുണ്ണി കെട്ടിയോന്മാരുണ്ട് കേട്ടോ. അറിയോ നിങ്ങൾക്ക്? പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ അറിയില്ല, ഐസ്ക്രീമിൻ്റെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ അറിയില്ല, പിന്നെ എന്തുട്ടാ
ദേ കെട്ടിയോളുടെ ബർത്ത്ഡേ എന്നാന്ന് പോലും അറിയില്ല. പതുക്കെയാണെങ്കിലും നിന്നെയും നിന്റെ ഇഷ്ടങ്ങളെയും മനസ്സിലാക്കി തുടങ്ങി വേണിമോളെ എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സ് തുറന്ന് പറഞ്ഞൂടെ മനുഷ്യ. അപ്പോൾ ഒന്ന് ചിരിച്ചു കേട്ടോ. ആഹാ ചിരിച്ചുല്ലോ. എൻ്റെ പൊന്നു മത്താപ്പേ, നിങ്ങളുടെ ചിരി കാണാൻ എന്ത് രസമാണെന്നറിയോ. ആ ചിരിച്ച് നിൽക്കാതെ നിങ്ങൾ ചെന്ന ഒരു സ്ട്രോയും കൂടി ഇങ്ങെടുത്തണം വന്നേ. എന്തിനാ സ്ട്രോ? നിനക്ക് സ്ട്രോ അതേ കയ്യിലുണ്ടല്ലോ. അതെന്തുട്ടിനാണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളെ ഈ റീലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ നമുക്ക് 2 പേർക്കൂടെ ഈ ഒരു ജ്യൂസ് നമുക്ക് 2 പേർക്കും 2 സ്ട്രോ ഇട്ട് ഒരുമിച്ച് കുടിക്കാന്നേ. ലവേഴ്സും സ്നേഹമുള്ള കപ്പിൾസും ഒക്കെ അങ്ങനെയാ എന്ന് പറഞ്ഞു. വേണ്ട, നീ കുടിച്ചോ, ഞാൻ വേറൊരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അയ്യടാ എൻ്റെ മത്താപ്പേ, നീ കൊള്ളാലോ. നിങ്ങൾക്ക് ഇച്ചിരി റൊമാൻറ്റിക്കായി. എന്താ മനുഷ്യ കുഴപ്പം? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? നമ്മൾ 2 പേരും സ്നേഹത്തോടെ ഈ ഒരു ജ്യൂസ് 2 സ്ട്രോ ഇട്ട് കുടിച്ചാലേ ഈ ആകാശമൊന്നും ഇടിഞ്ഞു വീഴത്തില്ലല്ലോ. അങ്ങനെ വീഴുവാണെങ്കിൽ അങ്ങ് വീഴട്ടേന്നേ. അതെ, നമുക്ക് 2 പേർക്ക് അതിനിടയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ ചാവാം പോരെ. അപ്പോൾ ആദർശിൻ്റെ ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ ആദർശ് ഫോണും എടുത്തിട്ട് നീ ആ ജ്യൂസ് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. അപ്പം നന്ദിനിയമ്മയാണ് വിളിക്കണത്. നന്ദിനിയമ്മ, മോനെ നീ തൃശ്ശൂർ എത്തിയോ മോനെ? ഇല്ലമ്മേ, തൃശ്ശൂർ ആവാറായി. ചാലക്കുടി കഴിഞ്ഞു. ഒരു മാക്സിമം ഒരു അരമണിക്കൂറൂടെ മതിയായിരിക്കും എന്ന് പറഞ്ഞു. മോനെ, അമ്മ ഒരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. വേണി ഇപ്പം എന്തിനാ അത്യാവശ്യമായിട്ട് അവളുടെ വീട്ടിലേക്ക് പോണത്? നിന്നോട് അവൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല അമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ വേണി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതെ, ശ്യാമേട്ടൻ അവളോട് ദേഷ്യപ്പെട്ടത് വല്ലതും ഇനി അവൾ വീട്ടിൽ ചെന്ന് പറയാൻ സാധ്യതയുണ്ടോ? അതിന് വേണ്ടിയിട്ട് വല്ലതും ആണോ ഇനി അവൾ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത്? വീണിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ലമ്മേ, അതോർത്ത് വിഷമിക്കേണ്ട. അപ്പോൾ ജ്യൂസ് കൂടിയൊക്കെ കഴിഞ്ഞ് വേണി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എനിക്ക് ഒരു സമാധാനമില്ല മോനെ, അതുകൊണ്ടാണ് ബുദ്ധിമുട്ടിച്ചത്. അമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക, വേണിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ആദർശ്. അപ്പോൾ എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അപ്പോഴേക്ക് വേണി ഒരു ജ്യൂസും വാങ്ങിച്ചു 2 സ്ട്രോയും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ദാ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശിന് കൊടുത്തില്ല. എന്നിട്ട് ഒരു സ്ട്രോയും കൂടി വേണ്ട അതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കി നിന്നു. ദാ കുടിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ മത്താപ്പേ, ഞാൻ പറയണ കേട്ടോ, നമ്മൾ 2 പേരുടെ ഒരുമിച്ച് ഈ ജ്യൂസ് കുടിക്കും. ഇനി മുതൽ നമ്മൾ ഇങ്ങനെ കുടിക്കുള്ളൂ, ഓക്കെ എന്ന് പറഞ്ഞു. സമ്മതിച്ചു. സമ്മതിച്ചോ? ശരിക്കും ആദർശയുടെ സമ്മതിച്ചു? ആ, എന്താ നിനക്ക് വിശ്വാസമായില്ലേ? മത്താപ്പിനിത് എന്താ പറ്റിയത്? പെട്ടെന്നൊരു ചേഞ്ച്. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. എന്ന് വല്ല ഇടിവെട്ടും മഴയും പെയ്യൂട്ടോ ഉറപ്പായിട്ടും. നിന്റെ ആഗ്രഹം അത് നടക്കട്ടെ. പക്ഷേ അതെന്താ? അതിനിടയിൽ എന്താ ഒരു പക്ഷേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം, എങ്കിലേ ഞാൻ ഈ ആഗ്രഹം സാധിച്ചു തരുള്ളൂ. ആഹാ, കൊള്ളാലോ. നിങ്ങളുടെ കൂടെ ഒരു ജ്യൂസ് ഷെയർ ചെയ്ത് കുടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിന് പകരം നിങ്ങളെന്തോ വലിയ ഡിമാൻഡും കൊണ്ട് വരാനുള്ള പരിപാടിയാണല്ലോ. നിങ്ങൾ കൊള്ളാട്ടോ. ശരി, എന്താണെങ്കിലും പറ, കേൾക്കട്ടെ. നിങ്ങൾക്കിപ്പോൾ എന്താ അറിയാനുള്ളത്? വേണി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് ഇപ്പം പെട്ടെന്ന് വീട്ടിൽ പോകണമെന്നുള്ള കാരണം എന്താ? എനിക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നി. കുറച്ച് നാളായില്ലേ അച്ഛനെയും അമ്മയും മുത്തശ്ശിയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂന്നേ. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാ മനുഷ്യ. കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാലേ ഇടയ്ക്ക് സ്വന്തം വീട്ടിൽ ചെന്ന് കയറി ഒന്ന് ഉറക്കം ബഹളമൊക്കെ വച്ച് അടുക്കളയിലേക്ക് ചോറ് കഴിച്ചിട്ട് കൈ കഴുകി അമ്മയുടെ ആ കൈ എന്നുണ്ടല്ലോ സാരിയുടെ തലപ്പത്തൊന്ന് തുടച്ച് അമ്മയുടെ ഒരു ചീത്തയൊക്കെ കേട്ടാലേ ഒരു സമാധാനം സന്തോഷം ഉണ്ടാവുള്ളൂ. അത്ര മതിന്നേ. അതൊന്നുമല്ല, മറ്റെന്തുകൊണ്ട്? വേറെന്തിട്ടാ? വേറൊന്നുമില്ല എന്ന് പറഞ്ഞു. അതേ, വീട്ടിലേക്ക് പോകണമെന്ന് തോന്നി പോന്നു, അത്രയേ ഉള്ളൂ. വേണി, ഞാൻ ചോദിക്കട്ടെ, നീ എൻ്റെ മുഖത്ത് നോക്കിയൊന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ വേണി ഇങ്ങനെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ ആദർശിൻ്റെ. സത്യം പറ വേണി എന്ന് പറഞ്ഞു. ആ വേണി ഒന്ന് നോക്കി എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.